കൂടി കോഴിക്കോടേക്ക് പോവുകയാണ്. അത് അല്പസമയം മുൻപാണ് അവിടെ കോഴിക്കോട് പാലാഴി നെല്ലിക്കോട് ഫ്ളാറ്റ് നിർമ്മാണത്തിനിടെ മണ്ണിടിഞ്ഞ് വീണത്. 3 തൊഴിലാളികളാണ് കുടുങ്ങിയത് മണ്ണിനടിയിൽ. അതിൽ 2 പേരെ രക്ഷപ്പെടുത്തി. മൂന്നാമത്തെ ആൾക്കായുള്ള തെരച്ചിൽ പുരോഗമിക്കുകയാണ്. ഇപ്പോൾ എനിക്ക് തോന്നുന്നു 1 മണിക്കൂറിലധികമായി ഈ കാണുന്ന മൺകൂനയ്ക്കടിയിൽ മനുഷ്യൻ കുടുങ്ങിക്കിടക്കുകയായിരുന്നു. ഒരു തൊഴിലാളി, നിർമ്മാണ പ്രവർത്തനങ്ങൾക്കായി എത്തിയ തൊഴിലാളിയാണ് ഈ മൺകൂനയ്ക്കടിയിൽ കുടുങ്ങിക്കിടക്കുന്നത്. ഇപ്പോൾ ആളെ കണ്ടെത്തി എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതിൽ കുറച്ചുകൂടി ഒരു വ്യക്തത വരേണ്ടതുണ്ട്. ഇപ്പോൾ ഊർജിതമായി തന്നെ മണ്ണ് മാറ്റിയുള്ള പരിശോധനയിലേക്ക് പോവുകയാണ്. അല്പസമയം മുൻപാണ് മണ്ണ് യന്ത്രം അവിടേക്ക് എത്തിച്ചത്. അപ്പോൾ ആദ്യമൊക്കെ പരിശോധന നടക്കുന്ന സമയത്ത് ഇത്രയധികം സ്ഥലമുണ്ട്, അപ്പോൾ ആൾ എവിടെയാണ് കുടുങ്ങിക്കിടക്കുന്നതെന്ന് കണ്ടെത്താൻ കഴിഞ്ഞില്ല എന്ന് പറഞ്ഞിരുന്നു. ശ്യാം പ്രസാദ് ഉത്തമൻ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ശ്യാം, മൂന്നാമത്തെ ആളെ കണ്ടെത്തിയോ? ആര്യ, ഇപ്പോൾ മൂന്നാമത്തെ ആളെ കണ്ടെത്തിയിരിക്കുന്നു. അതായത് മണ്ണുമാന്തി യന്ത്രം ഉപയോഗിച്ച് ആ മണ്ണ് നീക്കം ചെയ്തപ്പോൾ അദ്ദേഹത്തിൻ്റെ കൈ നിലവിൽ പുറത്തേക്ക് കാണാൻ കഴിയുന്ന രീതിയിലാണ് ഇപ്പോൾ ലഭ്യമായിരിക്കുന്നത്. അവിടെ നിന്ന് ഇപ്പോൾ കൈക്കൂട്ടും മറ്റും ഉപയോഗപ്പെടുത്തി ആളുകൾ അയാളെ പുറത്തെടുക്കാനുള്ള ശ്രമം തുടരുകയാണ്. അല്പം മുമ്പാണ് ഇങ്ങോട്ടേക്ക് ഈ മണ്ണുമാന്തി യന്ത്രം എത്തിച്ചത്. അത് എത്തിക്കാൻ പോലും അല്പം സാഹസപ്പെടേണ്ടി വന്നു. അതിനുശേഷം ഇപ്പോൾ മണ്ണ് നീക്കിക്കഴിഞ്ഞപ്പോൾ തന്നെ തൊട്ട് മുകളിൽ തന്നെ അദ്ദേഹത്തിൻ്റെ കൈ കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ ശരീരത്തിൽ നിന്ന് പയ്യ മണ്ണ് മെല്ലെ നീക്കം ചെയ്ത് വേണം അദ്ദേഹത്തെ പുറത്തെടുക്കാൻ. എന്തായാലും വലിയ ഒരു അപകടം. അതിൽ 3 പേരാണ് ഇവിടെ നിർമ്മാണ പ്രവൃത്തികളുമായി ബന്ധപ്പെട്ട് ഉണ്ടായിരുന്നത്. ആ ഘട്ടത്തിലാണ് പെട്ടെന്ന് ഈ ഒരു മണ്ണിടിച്ചിൽ വലിയ തോതിൽ ഉണ്ടാവുകയും 2 പേർ ആ സ്ഥലത്ത് നിന്ന് പെട്ടെന്ന് രക്ഷപ്പെടാൻ സാധിക്കുകയും ഈ ഒരാൾ അതിൽ കുടുങ്ങി പോവുകയുമായിരുന്നു. ഇവർ 3 പേരും പശ്ചിമബംഗാൾ സ്വദേശികളാണ് എന്നാണ് നിലവിൽ പ്രാഥമികമായി ലഭിക്കുന്ന വിവരം. ചെറുപ്പക്കാരായ ആളുകളാണ്. എന്തായാലും ഇപ്പോൾ സ്ട്രെച്ചർ അടക്കമുള്ള കാര്യങ്ങൾ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നിരിക്കുന്നു. ആളെ കണ്ടെത്തിയിരിക്കുന്നു. ഇനി എത്രയും വേഗം അദ്ദേഹത്തെ ആശുപത്രിയിലേക്ക് മാറ്റാനുള്ള ഒരു ശ്രമമായിരിക്കും. പശ്ചിമബംഗാൾ സ്വദേശികളാണ് എന്നാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. ഇന്ന് രാവിലെയോടുകൂടിയാണ് ഈ അപകടം നടക്കുന്നത്. ഏകദേശം ഇപ്പോൾ 2 മണിക്കൂറിനോട് അടുത്ത് എത്തിയിരിക്കുന്നു. കഴിഞ്ഞ 6 മാസമായി ഇവിടെ ഈ നിർമ്മാണ പ്രവൃത്തികൾ തുടരുന്നു എന്നാണ് ഈ പ്രദേശവാസികളും മറ്റുമൊക്കെ പറയുന്നത്. അതിനെതിരെ വലിയ തോതിൽ ആക്ഷൻ കൗൺസിലും മറ്റുമൊക്കെ രൂപീകരിച്ചുകൊണ്ട് പ്രദേശവാസികൾ പരാതികൾ മുഖ്യമന്ത്രിക്കടക്കം പരാതി നൽകിയ ഒരിടത്താണ് ഇത്തരത്തിൽ ഈ ഒരു അനധികൃതമായ ഒരു നിർമ്മാണ പ്രവൃത്തി നടക്കുന്നത്. ആര് വന്ന് നോക്കിയാൽ പോലും പ്രഥമ ദൃഷ്ട്യാ തന്നെ ഇത് അനധികൃതമായ നിർമ്മാണ പ്രവൃത്തികളാണെന്ന് കൃത്യമായി ബോധ്യമാവുന്ന കാര്യമാണ്. 2 ദിവസങ്ങൾക്ക് മുമ്പ് ഇവിടെ ചെറിയ തോതിൽ മണ്ണിടിച്ചിലുണ്ടായി. ആ മണ്ണിടിച്ചിലിന് ശേഷം പിന്നീട് മണ്ണ് ഇടിയാണ്ടിരിക്കാൻ വേണ്ടി അവിടെ പ്ലാസ്റ്റിക്കുകളും മറ്റുമൊക്കെ കെട്ടി വെള്ളം വീഴാതിരിക്കാനുള്ള നടപടികൾ നടത്തിയ ശേഷം പിന്നീട് ഇവർ നിർമ്മാണ പ്രവൃത്തികൾ തകൃതിയായി തുടരുകയാണ് എന്നാണ് മനസ്സിലായത്. അതിനിടയിൽ ആണ് ഇപ്പോൾ ഈ 3 ചെറുപ്പക്കാർ പെട്ടുപോയത്. തുടർന്ന് ഇപ്പോൾ അതിൽ 2 പേർ രക്ഷപ്പെടുകയും ഒരാൾ ഈ മണ്ണിനടിയിൽ പെട്ടുപോവുകയുമായിരുന്നു. മണിക്കൂറുകൾ നീണ്ട തിരച്ചിലിനൊടുവിൽ ഇപ്പോൾ അയാളെ കണ്ടെത്തിയിരിക്കുന്നു. അയാളെ പുറത്തെടുക്കാനുള്ള ശ്രമമാണ് ഇപ്പോൾ പോലീസും ഫയർഫോഴ്സും ദ്രുതകർമ്മസേനയും ചേർന്നുകൊണ്ട് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ നിർമ്മാണ പ്രവൃത്തി നടക്കുന്ന ഇടത്ത് പ്രഥമ ദൃഷ്ട്യാ തന്നെ നോക്കിയാൽ കാണാൻ കഴിയും. അത് തീർച്ചയായിട്ടും അനധികൃതമായ രീതിയിലുള്ള നിർമ്മാണ പ്രവൃത്തികളാണ് ഇവിടെ നടക്കുന്നത്. പൈലിംഗ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഏകദേശം വലിയ തോതിൽ താഴത്തേക്ക് കുഴിച്ച ശേഷം ആ പൈലിംഗ് ഏകദേശം പൂർത്തീകരിച്ച് മറ്റ് നടപടികളിലേക്ക് കടക്കുമ്പോഴാണ് ഇപ്പോൾ വലിയ തോതിൽ മുകളിൽ നിന്ന് റോഡടക്കം പൂർണ്ണമായും ഇടിഞ്ഞു വീഴുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. നിലവിലിപ്പോൾ ഈ മണ്ണിൽ കുടുങ്ങിക്കിടക്കുന്നയാളെ കണ്ടെത്തിയിരിക്കുന്നു. അയാളെ പുറത്തെടുക്കാനുള്ള ശ്രമം ഇപ്പോൾ നടക്കുകയാണ്. പോലീസും ഫയർഫോഴ്സും കൈക്കോട്ടും മറ്റുമൊക്കെ ഉപയോഗിച്ച് മെല്ലെ അവിടെ നിന്ന് മണ്ണ് നീക്കി ആ ആളെ പുറത്തെത്തിക്കാനുള്ള ശ്രമമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ശരി, വലിയ ആശ്വാസം എന്ന് പറയുന്നത് മൂന്നാമത്തെ ആളെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ കൈ, ഈ മണ്ണ് മാറ്റിയുള്ള പരിശോധനയിൽ അദ്ദേഹത്തിന്റെ കൈ കണ്ടെത്തുകയായിരുന്നു. ഇപ്പോൾ അദ്ദേഹത്തിന് ശരീരത്തിന് മുകളിൽ വീണ് കിടക്കുന്ന ആ മണ്ണൊക്കെ മാറ്റി പൂർണ്ണമായും അദ്ദേഹത്തെ പുറത്തെടുക്കാനുള്ള പരിശ്രമമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ആംബുലൻസ് എത്തിയിട്ടുണ്ട്, സ്ട്രെച്ചർ അവിടേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. വളരെ അടുത്താണ് കോഴിക്കോട് മെഡിക്കൽ കോളേജ്. അപ്പം മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോകുക വളരെ അടുത്താണ്, അധിക ദൂരമില്ല. പുറത്തേക്ക് എത്തിക്കാൻ ഇപ്പോഴും പരിശ്രമിച്ചുകൊണ്ടിരിക്കുക. നമുക്ക് ആ ദൃശ്യങ്ങൾ കാണുമ്പോൾ എത്രത്തോളം വലിയൊരു മൺകൂനയാണ് ഇടിഞ്ഞ് വീണത് എന്ന് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഇപ്പോഴും മണ്ണിടിച്ചിൽ ഭീഷണി ആ സ്ഥലത്ത് നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് നേരത്തെ ഹമദേവർ കോവിലോടൊക്കെ അവിടെയുള്ള മാധ്യമ പ്രവർത്തകർ ചോദിച്ചത് അതിന് മുകളിൽ നിൽക്കുന്ന ആ ആളുകളെ, ആ കുടുംബത്തെയൊക്കെ അവിടെ നിന്ന് മാറ്റി താമസിപ്പിക്കേണ്ടതില്ലേ എന്നുള്ളത്. മഴവെള്ളമൊക്കെ ഇറങ്ങി വരുന്നത് തടയാൻ വേണ്ടി അവർ താൽക്കാലികമായി ഷീറ്റൊക്കെ കെട്ടിയിരിക്കുകയാണ്. അപ്പോൾ പൂർണ്ണമായും അനധികൃത നിർമ്മാണമാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. പരാതി പറഞ്ഞവർക്കെതിരെ കേസ്
പറിച്ചെടുക്കാനുള്ള ഒരു വ്യഗ്രതയാണ് അധികാരികളുടെ ഭാഗത്തു നിന്നൊക്കെ വരുന്നത്. ഇപ്പോൾ നമ്മളുടെ ശ്രദ്ധ അത് ഏറ്റവും കൂടുതൽ വേണ്ടത് ഇപ്പോൾ പശ്ചിമ ബംഗാൾ സ്വദേശികളായ 3 തൊഴിലാളികളാണ് ഈ ഒരു അപകടത്തിൽ പെട്ടത്. അതിൽ 2 പേരെ രക്ഷിച്ചു. മൂന്നാമത്തെ ആളെ ഇപ്പോൾ കുടുങ്ങിയ ആളെ കണ്ടെത്തിയിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ കൈ പുറത്തേക്ക് വന്നിരുന്നു. ഇപ്പോൾ ആ മണ്ണ് അദ്ദേഹത്തിന്റെ ശരീരത്തിന് മുകളിൽ മുഴുവൻ മണ്ണ് വീണ് കിടക്കുകയാണ്. ആ മണ്ണൊക്കെ വളരെ ശ്രദ്ധിച്ചു വേണം മാറ്റാൻ. മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ കൈക്കോട്ടൊക്കെ ഉപയോഗിച്ച് മഴുവൊക്കെ ഉപയോഗിച്ച് ആ മണ്ണ് അദ്ദേഹത്തിന്റെ ശരീരത്തിന് മുകളിൽ വന്ന് കിടക്കുന്ന അടിഞ്ഞിരിക്കുന്ന മണ്ണൊക്കെ പൂർണ്ണമായും നീക്കി അദ്ദേഹത്തെ പുറത്തെടുക്കാനുള്ള പരിശ്രമമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. നേരത്തെ അദ്ദേഹത്തിന്റെ കൈ പുറത്തേക്ക് വന്നിരുന്നു. ഇപ്പോൾ അദ്ദേഹത്തെ പൂർണ്ണമായും പുറത്തേക്ക് എത്തിക്കാനുള്ള പരിശ്രമം നടന്നുകൊണ്ടിരിക്കുകയാണ്. ആംബുലൻസ് സംഭവ സ്ഥലത്തേക്ക് എത്തിച്ചിട്ടുണ്ട്. സ്ട്രെച്ചർ തൊട്ടടുത്ത് തന്നെ കൊണ്ടുവച്ചിട്ടുണ്ട്. വളരെ അടുത്ത് സ്വകാര്യ ആശുപത്രികൾ, മെട്രോ അടക്കമുള്ള സ്വകാര്യ ആശുപത്രികളുണ്ട്. അതിന് അടുത്ത് തന്നെ കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്കും കൊണ്ടുപോകാം. വളരെ പെട്ടെന്നൊരു ചെറിയ ഇടവേള എടുത്ത് തിരിച്ചു വരാം.